ഇവരെല്ലാരും കൂടി കാറ് പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാറ് പോയപ്പോഴും പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ മെല്ലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണുമ്പോ ഞായറാഴ്ച തിരക്ക് കൂടുതലാ. നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരൊറ്റ ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയന് കൊമ്പുണ്ടോ? എന്തിനാണ് 10, 20, 40 കാറിൻ്റെ അകമ്പടിയോടുകൂടി സംസ്ഥാനത്തുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് സ്വന്തം പാർട്ടിയിലുള്ളവരെ കൊണ്ട് തന്നെ ചോദിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നു. പൊതുസമ്മേളനം നടത്തേണ്ടത് തങ്ങളുടെ അവകാശമാണെന്നും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണെന്നും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടുള്ള മുതിർന്ന CPM നേതാവ് കൂടിയായിട്ടുള്ള വിജയരാഘവൻ പറയുന്ന സാഹചര്യത്തിൽ അദ്ദേഹം തന്നെ പറയുന്നു, എന്തിനാണ് അനാവശ്യമായി ഇത്രയധികം കാറുകളിൽ നിരത്തിലിറങ്ങുന്നതെന്ന്. അങ്ങനെയെങ്കിൽ അതെല്ലാവർക്കും ബാധകമല്ലേ എന്നുള്ളതാണ് മറുവശം. അതല്ല എങ്കിൽ വിജയരാഘവൻ ഇവിടെ എഴുന്നള്ളിച്ചത് ആന മണ്ടത്തരമാണെന്ന് തുറന്ന് സമ്മതിക്കാൻ മുഖ്യമന്ത്രി എന്തിനു പറയുന്നു? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെങ്കിലും തയ്യാറാകണം. കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് തടഞ്ഞ് സ്റ്റേജ് കെട്ടി CPM ഒരു ഏരിയ സമ്മേളനം നടത്തിയതിനെ അതിരൂക്ഷമായി ഹൈക്കോടതി വിമർശിക്കാനിടയായത്. കോടതി വളപ്പിന് തൊട്ടടുത്തായി പോലീസ് സ്റ്റേഷന് മുന്നിലായി റോഡ് തടഞ്ഞുകൊണ്ട് ഒരു ദിവസം മുഴുവൻ സമ്മേളനവും അതിന് പിന്നാലെ നാടകവും നടത്തിയ CPMനെതിരെ തന്നെയാണ് ശക്തമായ നടപടിയെടുക്കാൻ DGPയോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അതിനു പിന്നാലെ വിചിത്ര ന്യായീകരണവുമായി ക്യാപ്സ്യൂളുമായിട്ടാണ് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ രംഗത്ത് വന്നത്. വിഷയത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതരായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട്, എന്തിനേറെ പറയുന്നു, സുപ്രീം കോടതിയെ പോലും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് വിജയരാഘവന്റെ ഈ പരാമർശമെന്ന് വേണം പറയാൻ. CPM കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിലാണ് വിജയരാഘവൻ ഇങ്ങനെയുള്ള പരാമർശം നടത്തിയത്. റോഡ് തടഞ്ഞ് സ്റ്റേജ് കിട്ടിയതിനെതിരായിട്ടുള്ള വിമർശനങ്ങളെ പരിഹസിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത്. കേച്ചേരിയിൽ സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ റോഡിൽ ട്രാഫിക് ബ്ലോക്കും ഉണ്ടായിരുന്നു. അതിനെ കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. തങ്ങൾ സമ്മേളനം നടത്തിയാലും ഇല്ലെങ്കിലും ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. അതിന് കാരണം പാർട്ടി സമ്മേളനമാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനുശേഷമാണ് ഈ വിഷയം എടുത്തിട്ടത്. റോഡിലൂടെ കാർ ഓടിക്കാനുള്ള അവകാശം പോലെ തന്നെ സാധാരണക്കാർക്ക് റോഡിൽ ജാഥ നടത്താനുള്ള അവകാശവും അനുവദിച്ചു തരണമെന്നാണ് വിജയരാഘവൻ പറയുന്നത്. 10 മനുഷ്യർക്ക് പോകാൻ ഇത്ര സ്ഥലം പോരെയെന്നും എല്ലാവരും കാറിൽ പോകണോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ നടന്നല്ലേ പോയത്, ഇത്രയും വലിയ കാറ് ആവശ്യമാണോ? ഒരു കുഞ്ഞിക്കാറിൽ പോയാൽ പോരെ? ഏറ്റവും വലിയ കാറ് പോകുമ്പോൾ അത്രയധികം സ്ഥലം നഷ്ടമാകുമെന്നുള്ള ബാലിശമായ പരാമർശങ്ങളുമായി തന്നെയാണ് വിജയരാഘവൻ രംഗത്ത് പോയത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം അത് കേട്ടിട്ട് വരാം. ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടൊക്കിൽ പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ, റോട്ടൊക്കിൽ മാർസിസ്റ്റേര് പൊതുയോഗം വെച്ചു. കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ? ഏതോ റോട്ടൊക്കെ സ്റ്റേജ് കെട്ടി തുടങ്ങിയില്ലേ? അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക്. എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കെട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? അങ്ങനെയൊക്കെയാണ് വലിയ പബ്ലിസിറ്റി കിട്ടും. എന്തൊരു ട്രാഫിക് ജാം! അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിന് നിന്ന്. അല്ലെങ്കിൽ കേച്ചേരിയിൽ ട്രാഫിക് ജാം ഉണ്ട്. ഞാൻ ഇതിലപ്പോ ഉണ്ട്, ഞാൻ ഇടയ്ക്കാണല്ലോ. 10 മനുഷ്യൻ പോകും, എത്ര സ്ഥലം പോരെ? 10 കാറ് പോകാൻ എത്ര സ്ഥലം വേണമെന്ന് ആലോചിക്കുക. അത് ആരും പറയുന്നില്ല. ഇവരെല്ലാരും കൂടി കാറ് പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴും എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കില്ല, ആരും ചോദിക്കില്ലല്ലോ. എന്നാ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. എന്നൊരു കുഞ്ഞു കാറ് പോയപ്പോഴും പിന്നെ ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? 25 കാറ് ഇങ്ങനെ കിടക്കുമ്പോ നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? 25 കാറ് കിടക്കുന്നു എന്നല്ല, 25 ആളെ ഉള്ളൂ എന്നാ. മനസ്സിലായി? ആ കാറിലാരാ മെല്ലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണുമ്പോ ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കാറക്കെടുത്തിന് അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോവുക, അങ്ങനെ വർത്തമാനം പറഞ്ഞു, ഇങ്ങനെ വർത്തമാനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കയിൽ വളരെ കുറവായിരിക്കും. ഞാനതിനെതിരൊന്നുമില്ല. കാറുള്ളോ കാറ് പോയിക്കോട്ടെ. അപ്പോ കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇതുമ കുത്തിക്കണ്ട. മനസ്സിലായി? ഇവരെ ഇറങ്ങിയിരിക്കപ്പോ വിവരമില്ലാത്തൊരു നമ്മളോട് എന്തിനാ നിങ്ങൾ ഈ ജാഥ നടത്തുന്നത്? എന്തിനാ നിങ്ങൾ ഈ പ്രകടനം നടത്തുന്നത്? എന്തിനാ നിങ്ങളുടെ വളണ്ടിയർ മാർച്ച്?
ഞാൻ ചോദിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്, ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്, സാമൂഹ്യ മാറ്റത്തിനാണ്. സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയും എന്തിയാണ് ആ വളണ്ടിയർ മാർച്ച് പോകുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ഈ നാടിനെ വിമോചിപ്പിക്കും എന്ന ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടായ്മകൾ. അതാണത്. ആശയ രാഷ്ട്രീയ സംവാദമുണ്ട്. ഒരു സമൂഹത്തിൽ പലതരം സമരങ്ങൾ നടക്കേണ്ടതുണ്ട്. പ്രത്യയശാസ്ത്ര സമരം വേണം, ആശയ സമരം വേണം. ആശയ സമരത്തിന്റെയും പ്രത്യയശാസ്ത്ര സമരത്തിന്റെയും രാഷ്ട്രീയ സമരത്തിന്റെയും വേദിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ. സമൂഹത്തിന്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പരിവർത്തനം ചെയ്യിക്കാൻ ആവശ്യമായ എല്ലാം കലരുന്നത് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങൾ. അത് നയപരമായ തീരുമാനങ്ങൾ എടുക്കും, പ്രത്യയശാസ്ത്ര തീരുമാനങ്ങൾ എടുക്കും, സമൂഹത്തെക്കുറിച്ച് അതിന്റെ മാറ്റങ്ങളെക്കുറിച്ച് സജീവമായി ചർച്ച ചെയ്യില്ല. അതല്ലേ വേണ്ടത്. ഈ മാറുന്നൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്. ഇരിക്കുന്ന സമയത്ത് മുഴുവൻ ചർച്ച നരകം എങ്ങനെയാണ്, നരകം എങ്ങനെയാണ്, അതൊന്നുമില്ല കേട്ടോ. ആ ചർച്ച നമ്മുടെ പാർട്ടിയിലില്ല. നരകം എങ്ങനെയെന്ന ചർച്ച ഒറ്റ പാർട്ടി സമ്മേളനത്തിലുമില്ല. വേറെ ചിലരുണ്ട്, മരിച്ചു പോയുള്ള കാര്യം മാത്രമേ പറയുള്ളൂ, ജീവിച്ചിരിക്കുന്ന കാര്യം ഒന്നും പറയില്ല. മനുഷ്യപ്പ ശ്രമിക്കുന്നത് എന്തിനാ? മരിക്കാണ്ടിരിക്കാനാ. പണ്ടത്തെ ആ ഒരു നിരക്ക് എത്രയാ? 25, 30, പിന്നെ 40, 45, ഇപ്പൊ എത്രയാ? 80, 90. മനസ്സിലായില്ലേ? വടി കുത്തിപ്പിടിച്ച് ആരെങ്കിലും ഈ സമ്മേളനത്തിന് വന്നോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എന്തെങ്കിലും വരെ പ്രയാസം അങ്ങനത്തെ അല്ലാതെ പ്രായം കൂടി വടി കുത്തിപ്പിടിച്ചോരും ആരും ഇല്ലപ്പോ. പെൻഷൻ പറ്റിയ ആളെ കണ്ടാൽ തിരിച്ചറിയില്ല. കല്യാണം കഴിക്കാൻ പോയിരിക്കും. നല്ല ആരോഗ്യ, മുടി കറുപ്പിച്ച് ഇങ്ങനെ പോകണ്ടോ. പെൻഷൻ പറ്റിയ മാഷ മാത്രമല്ല, പെൻഷൻ ആരോഗ്യണ്ടേ. 30 വയസ്സിൽ ജോലി കിട്ടി, 55 വയസ്സിൽ പിരിഞ്ഞു, 25 കൊല്ല. മനസ്സിലായോ? ജോലി ചെയ്ത് പിന്നെ 85 വയസ്സിൽ മരിച്ചു പറഞ്ഞ 30 കൊല്ല പെൻഷൻ. അങ്ങനെ നമ്മുടെ നാട് ഇനി അതിനേക്കാൾ കൂടും. AI ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക. ആ ടെക്നോളജിയുടെ ഏറ്റവും വലിയ നേട്ടം എല്ലാ കാര്യത്തിലും ഞാൻ പോലില്ല, 1000 നിരക്ക് കൂടും. ഒരു 25 കൊല്ലം കഴിഞ്ഞാൽ ശരാശരി ആയുസ് 100 ആവും. മനസ്സിലായി? നിങ്ങൾ കേച്ചേരിന്ന് മറ്റേ പന്നിത്തരത്തേക്ക് നടന്നു പോണ ആളുടെ പ്രായം നോക്കിയാൽ 100 വയസ്സ് കയ്യും വീശി ഇങ്ങനെ പോകുന്നുണ്ടാവും. പിന്നെ ഒരു 25 കൊല്ലം കഴിഞ്ഞാലോ 150 വയസ്സ്. മനസ്സിലായി? നിങ്ങള് അങ്ങനെ ലോകം മാറാൻ പോവാണ് എന്ന് വരുമ്പോ നരകത്തിനെ കുറിച്ച് പേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? മാറാണ്. സാങ്കേതിക വിദ്യയാണ്, പുതിയ കാലാണ്, പുതിയ ശാസ്ത്രമാണ്, ശാസ്ത്ര നേട്ടങ്ങളാണ്. ലോകമുണ്ടായത് എങ്ങനെയെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആ കണത്തിന് നൽകിയ പേര് ദൈവകണം എന്നാണ്. അതാണ് മാറ്റം. അത്തരം പരിഷ്കൃതമായ ഒരു സമൂഹത്തിന്റെ വേഗതയേറിയ പുരോഗതിയുടെ സൂക്ഷ്മാംശങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് സാധാരണ മനുഷ്യന് കൂടി ഉണ്ടാക്കാൻ സഹായകരമായ രൂപത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തുന്ന, കളിമണ്ണിൽ നിന്ന് ശില്പി സൂക്ഷ്മ വിഗ്രഹം നിർമ്മിക്കുന്നത് പോലെ അതിസാധാരണക്കാരനായ മനുഷ്യനിൽ നിന്ന് ലോകത്തെ പരിവർത്തനം ചെയ്യാനുള്ള ആത്മവിശ്വാസത്തിന്റെ കരുത്ത് നിർമ്മിക്കുന്ന പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ സമ്മേളനമാണ് നടക്കുന്നത്. ഏത് ചടങ്ങിൽ പങ്കെടുത്താലും ആത്മാഭിമാനമാണ്. വളണ്ടിയർ ആയാൽ, പ്രകടനത്തിൽ വന്നാൽ, 5 മിനിറ്റ് കണ്ട് നോക്കിയാൽ ആ മനുഷ്യന് പോലും ഞങ്ങൾ നൽകുന്നത് ഈ സമൂഹ തിന്മകളെ ഇല്ലാതാക്കാമെന്ന ആത്മവിശ്വാസത്തിന്റെ കരുത്താണ്. ആ കരുത്തിൽ ചെങ്കുടികളുമായി കേരളത്തിലെ CPIM, ഇന്ത്യയിലെ CPIM പ്രവർത്തിക്കുകയാണ്. വലിയ പ്രയാസങ്ങൾ നേരിട്ടതാണ്. ഇപ്പോഴത്തതുപോലെ ആയിരുന്നില്ല. ഒറ്റപ്പെട്ട് ഒരാളായി, 5 ആളായി, 3 ആളായിട്ടൊക്കെ പ്രവർത്തിച്ചൊരു പാർട്ടിയാണ്. ഒരു 5 കൊല്ലം പ്രവർത്തിച്ച 55 ജയിൽ പോകും. പണ്ട് അങ്ങനെ ഇരുന്നു. 48 ജയിലിലായിരുന്നു, 42 ജയിലിലായിരുന്നു, 45 പുറത്തേക്ക് വന്നു, 48 ജയിലിലായിരുന്നു, 51 പുറത്തേക്ക് വന്നു, 62 ജയിലിലായിരുന്നു, 65 പുറത്തേക്ക് വന്നു, 77 ജയിലിലായിരുന്നു, 75 പുറത്തേക്ക് വന്നു. ഓരോ ഇടവേളകളിലും ജയിലിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 29 MLA ജയിലിൽ കിടന്നാണ് ഈ CPIM-ന്റെ MLA 1965 ജയിച്ചത്. 29 പേർ ജയിലിൽ കിടന്ന സഖാവ് അനിരുദ്ധന് പകരം 4 വയസ്സായ സഖാവ് സമ്പത്താണ് തിരുവനന്തപുരം നഗരത്തിലൂടെ ജയിലിൽ കിടക്കുന്ന എന്റെ അച്ഛനു വേണ്ടി അരിവാൾ ചുറ്റുകയിൽ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നത്. ചരിത്രത്തിന്റെ ഭാഗമാണത്. ആ നിലയിൽ കടന്നു വന്നതാ. വലിയ ഏറ്റുമുട്ടലുകളാ RSS-കാരും കോൺഗ്രസ്സുകാരും പോലീസുകാരും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധന്മാരും ഗുണ്ടകളും ക്രിമിനലുകളും കടന്നാക്രമിച്ച് തോൽപ്പിക്കാനാവാതെയാണ് ഈ പാർട്ടി വന്നത്. 10 കാറ് പോകാൻ എത്ര സ്ഥലം വേണമെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എല്ലാവരും കൂടി ഈ കാറിൽ പോകേണ്ട കാര്യമുണ്ടോ എന്നും, ഇത്ര കാറ് പോകുന്നുണ്ടല്ലോ എന്ന ചോദ്യം ആരെങ്കിലും ഉയർത്തുന്നോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. 25 കാറ് പോകുമ്പോൾ 25 ആൾ മാത്രമേ പോകുന്നുള്ളൂ. മെല്ലെ ഇങ്ങനെ ഉരുട്ടി പോകുന്നുണ്ടാകും.
ഞായറാഴ്ചയാകട്ടെ തിരക്കും കുറവാണ്. അമ്മായിയമ്മയുടെ വീട്ടിലും മറ്റ് പോകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എടുത്ത് പരാമർശിക്കുന്നത്. കാര്യം പറഞ്ഞും സല്ലപിച്ചുമൊക്കെ പതിയെ പോകും. അത്യാവശ്യത്തിന് പോകുന്നവർ വളരെ കുറവാണെന്നുമാണ് അദ്ദേഹം അവകാശവാദം ഉന്നയിക്കുന്നത്. ഞാൻ ഇതിന് എതിരൊന്നുമല്ല എന്നും കാറുള്ളവൻ കാറിൽ പോകട്ടെ, കാറുള്ളവൻ കാറിൽ പോകുന്നത് തന്നെ പാവങ്ങൾക്ക് ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തരണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നുവെന്ന് കൂടിയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ വിമർശനവും കടുപ്പിക്കുന്നു. ചിലർ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് ജാഥ നടത്തുന്നതെന്നാണ് ഇവർ ചോദിക്കുന്നത്. CPM പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കുന്നതിനാണ്. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ലോകം സൃഷ്ടിക്കാൻ സാമൂഹ്യ മാറ്റത്തിന്റെ പതാകയുമേന്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥ. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തെ മോചിപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം. സമൂഹത്തിന്റെ പൊതുബോധത്തെ പുരോഗമനപരമായി പരിവർത്തനം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ കലരുന്നത് കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് സമ്മേളനങ്ങളെന്നാണ് A. വിജയരാഘവന്റെ വാദം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.